Hey guys, OnePlus 12 അണ്ടർഡോഗ് ആ ഒരു പേര് എനിക്ക് അതിന് കൊടുക്കാൻ തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ടെക് കമ്മ്യൂണിറ്റി പിക്സലിൻ്റെയും സാംസങ്ങിൻ്റെ ഐഫോണിൻ്റെ ഒക്കെ പുറകെ ഓടുമ്പം ഈ ഒരു OnePlus 12 കിട്ടേണ്ട അറ്റൻഷനാണ് കൊടുത്തിട്ടില്ല. ശരിക്കും 1.5 ലക്ഷം രൂപയുടെ എന്താ പറയുക ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസും ടോപ്പ് ആൻഡ് സ്പെക്സും ഒക്കെ ആയിട്ട് ഇറക്കുമ്പം 65,000 രൂപയ്ക്ക് OnePlus ഈ ഒരു ഫോണിൽ പാക്കേജ് ചെയ്ത് ഇസ് എക്സെപ്ഷണൽ. സോ നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള അതിൻ്റെ ഡിസൈനെ കുറിച്ച്. ഡിസൈൻ ഈസ് ടിപ്പിക്കൽ OnePlus ഡിസൈൻ. എല്ലാ കമ്പനീസും ഇപ്പോൾ അവരുടെ ഡിസൈൻ ഭയങ്കര നോർമലൈസ് ചെയ്ത് സ്റ്റാൻഡർഡൈസ് ആയതുകൊണ്ട് വരുന്നത് തന്നെ OnePlusൻ്റെ ആ റൗണ്ട് ക്യാമറ മോഡ്യൂൾസും ഈ സാൻഡ്വിച്ച് ഗ്ലാസും അതിൻ്റെ കൂടെ അലുമിനിയം റെയിൽസും എല്ലാ ഡിസൈനും പിടിക്കാനും ഉപയോഗിക്കാനും ഒക്കെ അടിപൊളിയാണ്. ഒരു കാര്യം നോട്ടബിളി പറയാനുള്ള ഇതിൻ്റെ വെയിറ്റ് ബാലൻസിങ് പക്കയാണ്. എന്നുവെച്ചാൽ ഒരുപാട് വെയിറ്റ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും തോന്നില്ല. അതേസമയം ആ ഒരു ചീപ്പ് ഫീല് വരാത്ത വെയിറ്റ് കിടിലൊരു ഡിസ്ട്രിബ്യൂട്ടും ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ടിനുള്ള ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ഉം ബാക്കിലുള്ള വിക്ടസും അതിൻ്റെ ഇടയ്ക്കുള്ള അലുമിനിയം റെയിൽസും എല്ലാം കൊണ്ടൊരു പ്രീമിയം ഡിസൈൻ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. ബിൽഡ് ക്വാളിറ്റി നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ലോണം അവർ പണിയെടുത്ത് കിടിലം ബിൽഡ് ക്വാളിറ്റി ആയിട്ട് ചെയ്തേക്കുന്നത്. ഈ ഡിസൈനിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഈ കർവ് ഡിസ്പ്ലേ എന്ന് പറയുമ്പം ചിലവർക്ക് ഇപ്പോഴും അത് പ്രിഫറബിളാണ്, മൈ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ കർവ് ഡിസ്പ്ലേയിൽ കിടിലൊരു സംഭവം എന്ന് വെച്ചാൽ കോർണർ ടു കോർണർ ഡിസ്പ്ലേ. ബെസൽസ് ഒക്കെ ഭയങ്കര ചെറുതെന്ന് പറഞ്ഞാൽ നല്ല ചെറുതാണ്. അതിൻ്റെ കൂടെ തന്നെ 1600 നിറ്റ്സ് ബ്രൈറ്റ്നസ്, ഹൈ റിഫ്രഷ് റേറ്റ് LTPO ഡിസ്പ്ലേ, അതിൻ്റെ കൂടെ തന്നെ 510 പിക്സൽസ് പെർ ഇഞ്ച്, എല്ലാ രീതിയിലുള്ള സ്റ്റാൻഡർഡൈസേഷനും സർട്ടിഫിക്കേഷനും ഈ ഡിസ്പ്ലേയിലുണ്ട്. ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിക് പിക്ക് ചെയ്യാൻ പോലും ഒരു കുറ്റമില്ല. അതിൻ്റെ കൂടെ തന്നെ ഡിസ്പ്ലേക്ക് ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് കൊണ്ട് മറ്റേ ഫ്ലിക്കറിങ് കുറയ്ക്കാനുള്ള സംഭവം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ബട്ട് നിങ്ങൾ ഇത്രയും മനസ്സിൽ വെക്കുക, എല്ലാ സ്റ്റാൻഡർഡൈസേഷനും എല്ലാ കളർ ആക്യുറസിയും സർട്ടിഫിക്കേഷൻസും എല്ലാം ഉള്ള ഒരു ക്ലാസിക് OnePlus ഡിസ്പ്ലേ ഇതിലും കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഡിസ്പ്ലേ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന പെർഫോമൻസും കൂടെ നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ബെസ്റ്റ് ഇൻ ദ സെഗ്മെൻറ്റ്, Adreno 750 വീണ്ടും ബെസ്റ്റ് ഇൻ ദ സെഗ്മെൻറ്റ്, 12GB റാമും 256 ഞാൻ ഉപയോഗിക്കുന്നത്, 256 UFS 4.0. ദ തിങ് ഇസ് എല്ലാം ഇവർ ടോപ്പ് എൻഡ് ആയിട്ട് കിഡിലുമായിട്ട് എക്സെപ്ഷണലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് രീതിയിൽ 8 Gen 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ വട്ടം ഒരു തെർമൽ പെർഫോമൻസിന് ഇച്ചിരി കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലോങ് ടേം സസ്റ്റെയിൻഡ് ത്രോട്ടലിംഗ് ഒക്കെ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. സോ പെർഫോമൻസിനെ കുറിച്ച് ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം എക്സെപ്ഷനുള്ള അതേപോലെ തന്നെ അതിന് കിഡിലുമായിട്ടിരിക്കുന്നതാണ് ബാറ്ററി ചാമ്പ്യൻ. ഇറ്റ് ഈസ് എ റിയലി ബിഗ് ബാറ്ററി ചാമ്പ്യൻ. 2700 mAh ഉള്ള 2 ചെറിയ പവർ പാക്സ് എല്ലാം മേലിലും താഴെയായിട്ട് ഫോണിൻ്റെ കൊടുത്തേക്കുന്നത്. സോ ടോട്ടലിങ് 5400 mAh. 5400 mAh ഇസ് എ കില്ലർ ബാറ്ററി ലൈഫ് ഇൻ ദിസ് ഫോൺ. പ്രത്യേകിച്ച് ഇതിൻ്റെ എന്താ പറയുന്ന ഈ 8 Gen 3 ആയിട്ടുള്ള പവർ എഫിഷ്യൻസി ചിപ്പ് ആയതുകൊണ്ട് തന്നെ ഒന്നും പറയില്ല ബാറ്ററിനെ കുറിച്ച്. ആ ബാറ്ററിൻ്റെ കൂടെ ടു സ്പൈസ് തിങ്സ് അപ്പ് 80 watt സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്, ദാറ്റ് ഇസ് ഓൾസോ കിഡിലം. എനിക്കതാ പറയുന്നത്, ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും സ്പെക്ക് ഓഫർ ചെയ്യുന്ന വേറൊന്നും. ഇതിൻ്റെ കൂടെ വീണ്ടും സ്പൈസ് ചെയ്യാനായിട്ട് 50 watt വയർലെസ് ചാർജിങ്, ഫാസ്റ്റ് വയർലെസ് ചാർജിങ്, അത് വേറെ ഒരു കമ്പനി ഇതുവരെ ഓഫർ ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് എക്സെപ്ഷണൽ ഓർ ബിയോണ്ട് എക്സെപ്ഷണൽ ആ റേഞ്ചിൽ വരാം. ഇത്രയും പറഞ്ഞൊന്നെല്ലാം ഈ ഫോണിൻ്റെ അടിപൊളി ഫീച്ചേഴ്സാണ്. 1.5 ലക്ഷം രൂപയുടെ ഫോണിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിന് ഇത്രയും നേരം പറഞ്ഞത്. ഇച്ചിരി ഫോൺ താഴോട്ട് വലിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാമറ. ഗൈസ്, ക്യാമറയെ കുറിച്ച് പറയുമ്പം ഞാൻ ആദ്യമേ പറയുമ്പോൾ ക്യാമറ ഭയങ്കര ബാഡ് ഒന്നുമല്ല. പക്ഷേ ഈ 1.5 ലക്ഷം രൂപയുടെ ഐഫോണിൻ്റെയും സാംസങ്ങിൻ്റെയും പിക്സലിൻ്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഐ ഫീൽ ഇവർക്ക് ഇതും കൂടി ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്തായിരുന്നു ഇതൊരു പെർഫെക്റ്റ് ടോട്ടൽ ഫ്ലാഗ്ഷിപ്പ് കില്ലറായിരുന്നു. എനിവേസ് ക്യാമറ കൊള്ളത്തില്ലെന്നല്ല, 8K വീഡിയോ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്, 120 ടൈംസ് സൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബട്ട് അവരുടെ പ്രോസസ്സിങ്ങിൽ എനിക്ക് ചെറിയ എന്താ പറയുന്ന ഒരു ക്രിഞ്ചുണ്ട്. മിക്ക വീഡിയോസിലും ഞാൻ പറയുന്ന കണക്ക് ഇവരുടെ ഹൈലൈറ്റ് റോൾ ഓഫും ഈ ഡൈനാമിക് റേഞ്ച് കൺട്രോളിങ്ങും കോൺട്രാസ്റ്റ് കൺട്രോളിങ്ങും സാച്ചുറേഷൻ കൺട്രോളിങ്ങും ഒക്കെ ഇച്ചിരി കൂടെ ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷെ എന്നാലും ഈ സാധാരണക്കാർക്ക് MKBHD ബ്ലൈൻഡ് സ്മാർട്ട് ഫോൺ ടെസ്റ്റ് ക്യാമറ ടെസ്റ്റിനകത്തൊക്കെ OnePlusന് ഹൈ റാങ്കിങ് ഹൈ റേറ്റിംഗാണ്. ഇച്ചിരി കൂടെ ഇൻ ഡീറ്റെയിൽ ഇൻ ഡെപ്ത് നമുക്ക് നോക്കുമ്പോൾ ഇമേജസ് ലോലയിലൊക്കെ ചെറുതായിട്ട് പൊട്ടുന്നതായിട്ട് തോന്നും. സോ ഇൻ ജനറൽ ക്യാമറയുടെ വീഡിയോ സ്റ്റെബിലൈസേഷനും കളേഴ്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു സോഫ്റ്റ്വെയർസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. എല്ലാ വർഷവും ഈ കുറച്ച് കമ്പനീസിൻ്റെ കണക്ക് അവർ മാക്സിമം കോമ്പ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന ഒരു കൂട്ടത്തിലാണ് OnePlus. ആൻഡ് OnePlus കഴിഞ്ഞ ഇറ്ററേഷനൊക്കെ വെച്ചുകൊണ്ട് ബെറ്റർ ആയിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ആ ഒരു എക്സെപ്ഷണൽ ഫ്ലാഗ്ഷിപ്പ് കില്ലർ ക്യാമറ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ബട്ട് സൂപ്പർ ക്യാമറ സിസ്റ്റം.
വേറെ ഒരു രീതിയിൽ എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. വീഡിയോ സ്റ്റെബിലൈസേഷനും വീഡിയോ കളറിങ്ങും ഒക്കെ ഓൺ പോയിന്റ്, ഓൺ പാക്ക് വിത്ത് ദ ഗ്രൂപ്പ്. ക്യാമറയിൽ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ്, പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു രീതിയിൽ എത്തിയിട്ടില്ല. പിന്നെ നമുക്കിനി OnePlus 12 ഇച്ചിരി കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്പൈസി ഫോണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സ്പൈസി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തേന്ന് പറയുമ്പം അതിൻ്റെ IR ബ്ലാസ്റ്റർ യൂസ് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ഗുണം. IR ബ്ലാസ്റ്റർ റിമോട്ട് യൂസ് ചെയ്യാതെ AC ഒക്കെ ഓണാക്കാം, മാങ്ങ തേങ്ങ ചക്കയ, അതിൻ്റെ ആപ്പ് OnePlus തന്നെ ഫോണിൽ കൊടുത്തിട്ട്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ USB 3.2. USB 3.2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് അത് എക്സെപ്ഷണലി ഹൈ ഡേറ്റ ട്രാൻസ്ഫേഴ്സിന് ഉപയോഗിക്കുന്ന ടൈപ്പ് സി പോർട്ടാണ്. അത് യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ഹാപ്പി ടു സീ OnePlus ഇൻക്ലൂഡ്. രണ്ടാമത്തെ പറഞ്ഞാൽ IPWM. അത് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഡിസ്പ്ലേയിൽ ഒരു കിടില ഒരു സാധനമുണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ചിലവർക്ക് ബ്രൈറ്റ്നസ് കുറച്ചിട്ട് ഉപയോഗിക്കുമ്പം ഈ കണ്ണിൽ ഭയങ്കര ഫ്ലിക്കറിങ് ഇഷ്യൂസൊക്കെ ഒന്ന് സ്ട്രെയിൻ വരും. അത് കുറയ്ക്കാൻ വേണ്ടി ഇവർ IPWM എന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേ ഇച്ചിരി കൂടെ സ്മൂത്ത് ആക്കി, ഇച്ചിരി കൂടെ എന്താ പറയുന്നത്, ഒരു ബെസ്റ്റ് ചെറിയ ഓൺ ദ ടോപ്പ് അല്ലെ ചെറിയ ഓൺ ദ കേക്ക് ഒരു സംഭവം ഇവർ കൊടുത്തേക്കുന്നത്. IPWM ചിലവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ലോ ലൈറ്റിൽ ഫ്ലിക്കറിങ് ഇഷ്യൂസും കണ്ണിൽ സ്ട്രെയിനൊക്കെ ഭയങ്കരമായിട്ട് പറയും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാജിക്, ഇറ്റ്സ് കോൾഡ് അക്വാടച്ച്. എന്ന് പറഞ്ഞാൽ അവരുടെ സോഫ്റ്റ്വെയർ ഗിമിക്കും എന്തോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവരുടെ ഫോൺ IP65. അതിൻ്റെ കൂടെ തന്നെ ഈ വെള്ളവും കാര്യങ്ങളൊക്കെ തളിക്കുമ്പം ഈ മഴയത്തൊക്കെ നമുക്ക് ഫോൺ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നനഞ്ഞിരിക്കുമ്പോഴൊക്കെ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ടച്ചസ് ഒന്നും അത്ര റെസ്പോൺസും ഇല്ല. പക്ഷേ അക്വാടച്ച് അത് നേരെ പ്രോബ്ലം സ്ട്രെയിറ്റ് അവേ ഡീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, പക്ഷേ നനഞ്ഞ കൈ ഉണ്ടോ ഫോണിൽ വെള്ളമൊക്കെ ഉണ്ടായാലും നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ സാധാരണ ഒരു സ്മാർട്ട് ഫോൺ ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ കണക്ക് തന്നെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് റിയലി ഒരു ഫൺ ഫീച്ചർ ടു യൂസ്. സോ ഇതാ ഞാൻ പറഞ്ഞത്, OnePlus 12 ഒരു ഭയങ്കരമായിട്ട് അറ്റൻഷൻ ഡിസേർവ് ചെയ്യുന്നത് പക്ഷേ കിട്ടാതെ പോയൊരു ഡിവൈസ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു അണ്ടർഡോഗ്. OnePlus 12 സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഓക്സിജനൈസ് പണ്ടൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് വന്നാലും ഇപ്പോൾ അവർ തിരിച്ച് ബാക്ക് ടു ദ റൂട്ട്സിൽ വന്നുകൊണ്ടിരിക്കുക. അവരുടെ പ്രോസസ്സിങ്ങും അവരുടെ കമ്പ്യൂട്ടേഷൻ ഫെഡറേഷൻസും അവരുടെ പ്രോസസ്സിങ്ങും അവരുടെ അനിമേഷൻസും കാര്യങ്ങളും എല്ലാം ബെറ്റർ ആൻഡ് ബെറ്റർ ആയി വരിക. OnePlusൻ്റെ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ബഗ്സും കാര്യങ്ങളും ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ വെരി പോളിഷ്ഡ് സോഫ്റ്റ്വെയർ. ഒരുപാട് ഗിമിക്സും കാര്യങ്ങളും ഇല്ലാത്തൊരു നല്ല സോഫ്റ്റ്വെയർ തന്നെയാണ്. ഈ ഫോണിനെ കുറിച്ച് എടുത്ത് കുറ്റം പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, ദാറ്റ് ഇസ് AI ഫീച്ചേഴ്സ് ഒന്നും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. AI ഫീച്ചേഴ്സ്, അതുപോലത്തെ ഡെഡിക്കേറ്റഡ് ന്യൂറൽ പ്രോസസ്സേഴ്സ്, അതൊക്കെ സാധാരണക്കാർക്ക് ഒരു ഗുണമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അതൊന്നും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഇസ് ഇറ്റ്. AI ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് അല്ല, AI ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. AI ഫീച്ചേഴ്സ് ലൈക്ക് ഇപ്പോൾ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതായിട്ടുള്ള അതുപോലത്തെയൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. സോ അതിൻ്റെ സ്പീക്കേഴ്സ് ഹാപ്റ്റിക്സ് ഒക്കെ ഓൺ പോയിന്റ് ആണ്. 1,00,000 രൂപയുടെ ഫോണായിട്ട് സൈഡ് ടു സൈഡ് കമ്പയർ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ചെറിയ വ്യത്യാസം കിട്ടും. അതിൻ്റെ ഡോൾബി സിസ്റ്റം ഒക്കെ സൂപ്പറാണ്. എനിക്കങ്ങനെ നിക്പിക്ക് ചെയ്ത് കുറ്റം പറയാൻ വേറെ ഒന്നുമില്ല. ദാറ്റ് ഈസ് ദി തിങ്. ഞാൻ ഫോൺ ഉപയോഗിച്ചപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസ് പോലും എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഫീൽ. പിന്നെ OnePlus എടുക്കുന്ന റിലയബിലിറ്റി ഇഷ്യൂ ഉണ്ടല്ലോ, ഡിസ്പ്ലേ അടിച്ചത്, അങ്ങനത്തെ പേടിയൊക്കെ ഉള്ളതാണെങ്കിൽ ഗൈസ് പേടിക്കേണ്ട. OnePlus അത് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ ആണ്, ഒരു ഫ്രീ റിപ്ലേസ്മെൻ്റ് ഉണ്ട്, അത് ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈമിൽ കൊടുക്കുന്നു. സോ റിലയബിലിറ്റി, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, പെർഫോമൻസ്, ബാറ്ററി, ക്യാമറ, ഇതെല്ലാം ചെക്കാണ്. സോ വൈ നോട്ട് OnePlus 12? ദാറ്റ് ഈസ് ഇറ്റ് ഗസ്. ആൻഡ് ഈ ഒരു ഫോൺ സെയിലിനാണ്. ഇത് ലിറ്ററലി 10 days ഉപയോഗിച്ചൊരു ഫോണാണ് അത്. ആൻഡ് ഈ ഒരു ഫോൺ യൂസിനാണ്. നിങ്ങൾക്ക് ലിറ്ററലി ലെസ് ദാൻ 60,000 ഇത് പർച്ചേസ് ചെയ്യാം. സോ ഗ്രേറ്റ് ഡീലാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു. സോ ലവ് യു ഗൈസ്.